മുല്ലപ്പെരിയാറിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന വിഷയത്തിൽ കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ ഇന്ന് കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് എംപിയുടെ അധ്യക്ഷതയിലാണ് യോഗം. JB മേത്തർ എംപി, ഡീൻ കുര്യാക്കോസ് എംപി അടക്കമുള്ളവരും കമ്മിറ്റിയിലുണ്ട്. തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളുകയും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണമെന്ന നിലപാട് നയപ്രഖ്യാപനത്തിലൂടെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. കാപ്പ കേസിൽ കൗൺസിലർ സുഗതൻ ജയിലിലായ പശ്ചാത്തലത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കത്തിൽ നിന്നും UDF പിന്മാറി. UDF പ്രതിപക്ഷ നേതാവ് K. ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് CPM-ഉം LDF-ഉം പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് UDF അവിശ്വാസ നീക്കത്തിന് ശ്രമം നടത്തിയത്. BJP-യുമായുള്ള രഹസ്യധാരണ മൂലമാണ് CPM പിന്തുണ പ്രഖ്യാപിക്കാത്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിപക്ഷത്ത് തന്നെ അവിശ്വാസം വന്നതോടെ നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുന്ന BJP-ക്ക് ആശ്വാസമായിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കീശ്ശേരി സ്വദേശി ഷിബിലിന്റെ മൃതദേഹമാണ് 3-ാം ദിവസം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നുണ്ട്. റഫീഖ്, എന്തായാലും വലിയൊരു തിരച്ചിലിന് ശേഷം ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എപ്പോഴാണ് കണ്ടെത്തിയത്? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തീർച്ചയായും വളരെ വേദനയോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം രണ്ടുപേരെ രക്ഷിക്കുന്നതിനിടയിൽ തന്റെ ജീവൻ ബലിയർപ്പിച്ച ഒരു ഗൈഡിന്റെ മൃതദേഹമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ടൂറിസ്റ്റുകളായിട്ട് വന്ന് അവരിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ചാടിയതാണ് മലപ്പുറം കീശ്ശേരി സ്വദേശിയായിട്ടുള്ള ഷിബിലി. എന്നാൽ അതേസമയം അവരെ രക്ഷിക്കപ്പെടുന്നതിന് നാട്ടുകാർ മറ്റു രണ്ടുപേരെ രക്ഷപ്പെടുത്തുകയും ഈ ഷിബിലി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് 4 മണി 4:30 കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ ഈ ഫയർഫോഴ്സ്, മുക്കം പോലീസ്, കോടഞ്ചേരി പോലീസ്, നാട്ടുകാർ തുടങ്ങിയ വലിയ ഒരു സേന തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്നാൽ 1-ാം ദിവസം 2-ാം ദിവസവും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇന്നും രാവിലെയും സ്കൂബ ഡൈവേഴ്സും മുക്കം ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം, വിവിധ സന്നദ്ധ സേനകളുടെ സംഘം, നാട്ടുകാരൊക്കെ നടത്തിയ പരിശോധനയിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം നടന്ന, അതായത് പതങ്കത്തിന്റെ ഏതാണ്ട് 600 മീറ്ററോളം താഴെ നിന്നും ഈ മൃതദേഹം ലഭിക്കുന്നു. ഇനി പോലീസ് ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അത് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നാടിനെ ആകെ വളരെ വിഷമത്തിലാക്കിയിട്ടുള്ള ഒരു അപകടമായിരുന്നു. 3 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള തെരച്ചിലിനൊടുവിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മലപ്പുറം കീശ്ശേരി സ്വദേശി ഷിബിലിന്റെ മൃതദേഹമാണ് 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റഫീഖ് തോട്ടുമുക്കമാണ്. പത്തനംതിട്ട ചിറ്റാറിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. 35-കാരൻ സന്ദീപാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുഴിയിൽ അവശ്യ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്തായാലും യുവാവിന്റെ മരണം കൊലപാതകം എന്നൊരു സംശയമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവശ്യ നിലയിലായിരുന്നു ഈ ഒരു യുവാവിനെ കണ്ടെത്തിയിരുന്നത്. എന്താണ് ഇപ്പോൾ കൊലപാതകം എന്നൊരു സംശയത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം? വിശദാംശങ്ങൾ എങ്ങനെയാണ്?
അരുണിമ, നമുക്കിപ്പോൾ ചിറ്റാർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ മർദ്ദനമേറ്റ് മരിച്ച ഈ സന്ദീപിന്റെ വനിതാ സുഹൃത്തുക്കൾ, അതായത് അവരുടെ 3 ബന്ധുക്കളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരുടെ വിശദാംശങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഈ സന്ദീപിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ മലബണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആദിവാസി യുവാവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വനിതാ സുഹൃത്തും ഇവരും തമ്മിലുള്ള എന്താണ്, ഏത് തരത്തിലുള്ള ബന്ധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ പേരും ഈ കൊലപാതകത്തിനുള്ള വ്യക്തതയും പുറത്തുവിടൂ കഴിയുകയുള്ളൂ. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും പത്തനംതിട്ട ചിറ്റാറിൽ യുവാവിന്റെ മരണം കൊലപാതകം എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 35-കാരൻ സന്ദീപായിരുന്നു മരിച്ചത്. വീടിന് സമീപത്തെ കുഴിയിൽ അവശനിലയിലാണ് സന്ദീപിനെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും സന്ദീപിന്റെ മരണം ഇപ്പോൾ കൊലപാതകം എന്നൊരു സംശയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് എംജിയാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ കഴിഞ്ഞ 16-ാം തീയതി മുതൽ റിമാൻഡിലാണ്. നേരത്തെ വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ശനിയാഴ്ച കേസ് പരിഗണിച്ച ജഡ്ജ് VS ബിന്ദുകുമാരി കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് കാണിച്ച് ഹർജി ഇന്നത്തേക്ക് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നാണ് ജിതിൻ ജാമ്യ ഹർജിയിൽ പറയുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് വാദം കേൾക്കുക. വെനസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430-ആയി. 70,000-ത്തിലധികം പേരെ കാണാനില്ല എന്ന് വെനസ്വലൻ സർക്കാർ പറഞ്ഞു. പലരും തകർന്നടിഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വിവരം. മരിച്ചവരിലും കാണാതായവരിലും ചൈന, സ്പെയിൻ, പോർച്ചുഗൽ, ബ്രസീൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുമുണ്ട്. 3000-ത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ US നാവികസേനയുടെ ട്രാൻസ്പോർട്ട് കപ്പൽ തീരത്ത് സജ്ജമാക്കി. അതേസമയം തിരച്ചിലിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 11 വയസ്സുള്ള 2 ആൺകുട്ടികളെ ജീവനോടെ പുറത്തെടുത്തു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും 33 പേരെ രക്ഷപ്പെടുത്തിയതായി ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. ബുധനാഴ്ച രാത്രി രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തമുണ്ടായത്. വെനസ്വലയിൽ തുടർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പം മൂലം ഏകദേശം $6.7 ബില്യൺ നേരിട്ടുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായതായാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാഥമിക കണക്ക്.